ഓക്കെ ഗൈസ്, ഐം ബാക്ക് വിത്ത് അനദർ വീഡിയോ. കുറേ നാടകീയമായ രംഗങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിലെ ഒരു ഫൈനലൈസേഷൻ ആയിരിക്കുകയാണ് ആ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പം 6-ാം തീയതി ആദ്യം ഒരു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന രീതിയിൽ വിജയ് പോയിട്ട് ഗവർണറെ കണ്ടായിരുന്നു. അപ്പോഴും ഗവർണർ പറഞ്ഞൊരു കാര്യം, 118 സീറ്റ് തികച്ചിട്ട് വന്നാൽ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വീണ്ടും വിജയ് പോയിട്ട് കോൺഗ്രസുമായിട്ട് അലയൻസ് വയ്ക്കുന്നു. കോൺഗ്രസുമായിട്ട് അലയൻസ് വെച്ചതിന് ശേഷം വീണ്ടും പോയി ഗവർണറെ കാണുന്നു 7-ാം തീയതി. അപ്പോഴും ഗവർണർ പറയുന്നൊരു കാര്യം, 118 സീറ്റ് അത് കൊണ്ടുവന്നാൽ ഗവൺമെൻറ് ഫോം ചെയ്യാം. സോ അതിനുശേഷം വീണ്ടും 8-ാം തീയതി CPIയും അതുപോലെ തന്നെ CPMുമായിട്ട് ചേർന്നിട്ട് അലയൻസ് വയ്ക്കുന്നു. അങ്ങനെ വീണ്ടും കിട്ടുന്ന ഒരു 4 സീറ്റ് കൂടെ VCK എന്ന് പറയുന്നൊരു പാർട്ടിയായിട്ട് ചേർന്ന് അലയൻസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗവർണറെ പോയി കാണുന്നു. അപ്പോഴും ഗവർണർ പറയുന്നു 118 സീറ്റ് കമ്പൾസറി, അതായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് വീണ്ടും ഈ ഒരു VCK എന്ന് പറയുന്ന ഒരു പാർട്ടിയായിട്ട് ഒരു അലയൻസ് വയ്ക്കുന്നു. അവരുമായിട്ട് ഒരു വലിയൊരു ധാരണയിലെത്തുന്നു. അതിനുശേഷം ഇന്ന് ആ ഒരു ഫൈനലൈസേഷൻ ആയിട്ട് വീണ്ടും പോയി ഗവർണറെ കാണാനായിട്ട്. ഇപ്പോൾ 120 സീറ്റാണ് TVK അലയൻസിലുള്ളത്. അപ്പോൾ ഈ ഒരു സീറ്റ് അത്രയും കൺഫേം ആയെന്ന രീതിയിൽ ഗവർണറെ പോയി കണ്ടിട്ട് നാളെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്താമെന്ന് പറഞ്ഞിട്ട് ഗവർണറെ കാണാനായിട്ട് ലെറ്റർ കൊടുക്കാനായിട്ട് പോകുന്നപ്പോഴത്തേക്കും ഗവർണർ കേരളത്തിൽ വരാൻ നിൽക്കുന്നു. വിജയ് നേരെ വണ്ടി റിട്ടേൺ ഇട്ട് വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ വീണ്ടും ഗവർണറെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നു. തിരികെ വീണ്ടും ഗവർണറെ പോയി കാണുന്നു. കണ്ട് ഈ ഒരു ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇത്രയും സീറ്റ് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ കൊടുക്കുന്നു ഗവർണറിന്. അങ്ങനെ ഗവർണർ ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ വൈകിട്ട് 3:15 വിജയ് സത്യപ്രതിജ്ഞ ചെയ്യും. ഓൾറെഡി ഇന്ന് 11 മണിക്ക് സത്യപ്രതിജ്ഞ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു ന്യൂസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറിയിട്ട് നാളെ ഉറപ്പായിട്ടും നാളെ വൈകിട്ട് 3 മണിക്ക്, വേറെ ഇനി തടസ്സങ്ങളൊന്നും വന്നില്ല എങ്കിൽ നാളെ വൈകിട്ട് 3:15 വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കും. വിജയുടെ ഒപ്പം തന്നെ ഒരു 10ഓളം ആൾക്കാരും അധികാരമേൽക്കും മിനിസ്റ്ററായിട്ടൊക്കെ. സോ അതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആദവ് അർജുൻ, അതുപോലെ തന്നെ വിജയുടെ കൂടെയുള്ള ആനന്ദ്, പിന്നെ അതുപോലെ തന്നെ സെങ്കോട്ടയൻ, ഇതുപോലെ കുറേ ആൾക്കാർ കൂടെ ചേർന്നിട്ട് അവരും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഒരു മിനിസ്റ്ററായിട്ട് അധികാരമേൽക്കും നാളെ. TVK ഒരു 2 വർഷം മാത്രമായിട്ട് രൂപപ്പെട്ട ഒരു പാർട്ടി തമിഴ്നാട്ടിൽ വന്നിട്ട് വലിയ രീതിയിലൊരു വിജയം സൃഷ്ടിച്ച് ഇപ്പോൾ 2-3 പാർട്ടികളെ കൂടെ ചേർത്തിട്ട് അലയൻസ് വെച്ചിട്ട് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു കക്ഷി എന്ന രീതിയിൽ ഇപ്പോൾ വന്നേക്കുകയാണ്. സോ നാളെ പുതിയൊരു ഗവൺമെൻറ് തമിഴ്നാട്ടിൽ ഫോം ആവും. കേരളത്തിൽ ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെയും ഹൈക്കമാൻഡിൻ്റെ ഒരു ഉത്തരവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും ഒക്കെ പോകുന്നത്. അവരോടെന്താ ചോദിച്ചിട്ട് അവർ പറയുന്നു, ഹൈക്കമാൻഡ് എന്താ പറയുന്നത് അതിന് അവർ ഓക്കെ ആണെന്ന രീതിയിലാണ്. അപ്പം അവരിന്ന് ആ ഒരു ചർച്ചയായി കഴിഞ്ഞിട്ട് അവരും വന്നേക്കാണ്. കേരളത്തിലും എന്താണ് സ്ഥിതി എന്നുള്ളത് ചിലപ്പോൾ നാളെ അറിയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. സോ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? കേരളം ആര് ഭരിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് കൂടെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ വിജയ് ഒരു സിനിമ നടൻ എന്ന രീതിയിൽ വന്നിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുന്നു. അതുപോലെ തന്നെ അതിനകത്ത് വലിയ രീതിയിലൊരു വിജയം സൃഷ്ടിക്കുന്നു. സോ ഒരു മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നു. എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ? വിജയ് എന്നൊരു താരം ഇപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വന്ന് ഒരു ചീഫ് മിനിസ്റ്ററായിട്ട് മാറുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് വിജയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? അതുകൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾ എത്ര പേരാണ് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ തലപതി വിജയ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആ ഒരു സീറ്റിൽ വരും. ഓക്കെ, എങ്ങനെയായിരിക്കും ആ ഒരു മൊമെൻറ്റ്? സി ജോസഫ് വിജയ് എന്നും ഞാൻ അങ്ങനെ തുടങ്ങുമായിരിക്കും. സോ എന്തായാലും നാളെ നമുക്ക് നോക്കാം. വേറെ അട്ടിമറികളും വേറെ കോലാഹലങ്ങളും ഒക്കെ നാടകങ്ങളൊക്കെ വീണ്ടും നടന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നാളെ വിജയ് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കും. സോ ഇതാണ് വീഡിയോ.